വില്ലുമംഗലം സ്വാമിയാർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷനായിരുന്നു അത്രേ. സമകാലികനായ മാനവേദ മഹാരാജാവിന് വില്ലുമംഗലം സ്വാമിയാരുടെ വർണ്ണനയിലെ ആ ബാലഗോപാലനെ കാണാൻ അതിയായ മോഹമുണ്ടായി. ആ മോഹം വില്ലുമംഗലം സ്വാമിയാരെ അറിയിച്ചു മാനവേദൻ. കണ്ണനോട് ചോദിക്കട്ടെ എന്ന് അദ്ദേഹവും. പിറ്റേന്ന് ഇലഞ്ഞിമരച്ചുവട്ടിൽ തന്നെ കാണാമെന്ന് കണ്ണൻ പറഞ്ഞു. പിറ്റേ ദിവസം വളരെയധികം ഉത്സാഹവാനായി മാനവേദൻ എത്തിച്ചേർന്നു. ഇന്ന് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണ്ടൊരു ഇലഞ്ഞിമരം ഉണ്ടായിരുന്നുവത്രേ. തന്നെ സ്പർശിച്ചുകൊണ്ട് ആ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് നോക്കുവാൻ വില്ലുമംഗലം അറിയിച്ചു. അപ്രകാരം നോക്കിയപ്പോൾ ഉള്ളു കുളിർക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കണ്ടു മാനവേദൻ. കണ്ണൻ ചിരട്ടയിൽ മണ്ണ് വാരിക്കളിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. വളരെ സന്തോഷമായിട്ട് മാനവേദൻ ഓടിച്ചെന്ന് ആ ഉണ്ണിക്കണ്ണനെ പുണരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കണ്ണനാണെങ്കിൽ പരിഭവം, ഇത് വില്ലുമംഗലം പറഞ്ഞില്ലല്ലോ, ദർശനം മാത്രമല്ലേ പറഞ്ഞുള്ളൂ, സ്പർശനം പറഞ്ഞില്ലല്ലോ, കുസൃതിയോടെ കണ്ണൻ ചോദിച്ചു. പെട്ടെന്ന് കണ്ണൻ അപ്രത്യക്ഷമായി. മാനവേദന് കണ്ണൻ്റെ തിരുമുടിയിലെ ഒരു പീലി ലഭിച്ചുവെന്നും ആ പീലി ആടുവാനായി ഒരു കലാരൂപം നിർമ്മിച്ചുവെന്നും ഐതിഹ്യം. കൃഷ്ണദർശനം സാധ്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്തെ ഇലഞ്ഞിമരം കൊണ്ട് ഒരു ബാലഗോപാല വിഗ്രഹം നിർമ്മിച്ച് ആ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് കൃഷ്ണഗീതി രചിച്ചു. ഈ കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് കൃഷ്ണനാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.